എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ജയപാലനെ കാണാനായിട്ട് കാവേരി അയാളുടെ വീട്ടിലെത്തുക. അപ്പം അയാൾ അവിടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അങ്ങളെ കാര്യമായിട്ട് നോക്കുന്നുണ്ടല്ലോ? അതോ ചില കണക്കുകളിലൊക്കെ പിഴവുണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുമായിരുന്നു. അല്ല ശരിയാക്കണമല്ലോ എന്ന് ചോദിക്കാം. ഇച്ചിരി കണക്കുകളിൽ തെറ്റ് വന്നാലും ഒരു കുഴപ്പമില്ല അങ്കിളെ എന്ന് പറയാം. അയ്യോ അതെന്താ മോൾ അങ്ങനെ പറയുന്നേ? അങ്കിള് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശൊന്നും അല്ലല്ലോ, മറ്റുള്ളവരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശല്ലേ, അതിൽ ഇച്ചിരി കണക്കിൽ പിഴവുണ്ടായാലും ഒരു കുഴപ്പമില്ല. മോൾ എന്തൊക്കെയാ പറയുന്നേ? മോളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാ. ദേ ഈ ജയപാലനെ ആരുടെ ഒരണ മോഷ്ടിച്ചെടുത്തിട്ടില്ല, എല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്തിരിക്കുന്നതാ ഈ കാണുന്നതെല്ലാം എന്ന് പറയാണ്. അതിനെപ്പറ്റി എനിക്കിപ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ അച്ഛൻ ചോര നീരാക്കി ആ ഗൾഫിൽ കിടന്നുണ്ടാക്കിയതിൻ്റെ പകുതി മുക്കാലും ഒഴുകിയിരുന്നത് അങ്കിളിൻ്റെ ഈ വീട്ടിലെ കാണുന്നു നന്നായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മോളെ നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിയുടെ അല്ല ജയപാലൻ സാറിൻ്റെ നന്മമരം കളിച്ചിലൊക്കെ ഇനിയിപ്പം അധിക നാളെ എൻ്റെ മുന്നിൽ ചിലവാകില്ല. അതിനുള്ള തെളിവുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പാവം നിങ്ങളെ ഒരുപാട് വിശ്വസിച്ചു, അതുകൊണ്ട് കണക്കറിയാതെ അച്ഛൻ കാശ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു. അത് നിങ്ങൾ ഒരു ദയ പോലും ഇല്ലാതെ ആ പാവത്തിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി മണിമാളിക പണിത കാര്യമൊക്കെ മനസ്സിലാക്കി എടുത്തെന്ന് മനസ്സിലായോടോ എന്ന് ചോദിക്കാം. അപ്പോൾ ഈ ബഹളം കേട്ടുകൊണ്ട് പ്രവീണെ അങ്ങോട്ട് വരികയാണ്. മോളെ എന്താ ഈ ചെയ്യുന്നേ? ജയപാലേട്ടനെതിരെ ശബ്ദം ഉയർത്തുന്നോ? മോളുടെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളല്ലേ അരവിന്ദേട്ടൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നതാ എൻ്റെ ജയപാലേട്ടനെ എന്ന് ചോദിക്കാം. പ്രവീൺ ആൻറ്റി, ഇയാളുടെ ഈ നാടകവും അഭിനയമൊക്കെ ആൻറ്റി വിശ്വസിക്കുമായിരിക്കും. ഇയാളുടെ ഈ അഭിനയത്തിൽ ആൻറ്റി വീഴുകയും ചെയ്യും. പക്ഷേ ഈ കാവേരിയെ അതിൽ പെടുത്തണ്ട. ഇയാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ ഈ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ അച്ഛനെ ഏതൊക്കെ രീതിയിൽ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും ഇപ്പം എനിക്കറിയാം. കുറച്ച് തെളിവുകൾ കൂടി എൻ്റെ കയ്യിൽ കിട്ടട്ടെ. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇയാൾ അടിച്ചുമാറ്റി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു രൂപ പോലും ഞാൻ മേടിച്ചെടുക്കാൻ ഈ കാവേരിക്ക് അറിയാം എന്ന് പറയണം. എടി നീ എന്തൊക്കെയാടി പറയുന്നേ? എൻ്റെ അരവിന്ദനെ ഞാൻ ചതിച്ചെന്നോ എന്ന് ചോദിച്ചാൽ കാവേരി തല്ലാനായിട്ട് കൈ ഉയർത്തിയോ. അപ്പം കാവേരി ആ കൈ പിടിച്ച് നിർത്തൂട്ടോ. എന്നിട്ട് പറയും, കൈ ഉയർത്തി തല്ലുന്നതൊക്കെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ദേഹത്ത് മതി. ഈ കാവേരിയുടെ നേരെ കൈ ഉയർത്തുന്നതിന് മുന്നേ 2 തവണ ജയപാലൻ സാർ ആലോചിക്കണം, എന്നിട്ടേ കൈ ഉയർത്താവൂ. പിന്നെ ആ കൈ എൻ്റെ നേരെ എന്നല്ല ഒരാളുടെ നേരെ ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ ആക്കിക്കളയും ഞാൻ. എന്നെ ശരിക്കും അറിയത്തില്ല എന്നിട്ടാ. ഇനി മുന്നും പിന്നും എനിക്ക് നോക്കാനില്ല. തൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായടോ. എൻ്റെ വീട്ടിലുള്ളവർ തന്നെ വിശ്വസിക്കായിരിക്കും, പക്ഷേ ഈ കാവേരി ഇനി വിശ്വസിക്കില്ല. ഇനി എന്തൊക്കെ ചെയ്യാമെന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കാവേരി വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. അപ്പം പ്രവീണ പറയും, ഇവക്കിത് എന്തു പറ്റി? ജയപാലേട്ടനെ വല്ലാതെ ആ കുട്ടി തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് പ്രവീണ അപ്പോൾ തന്നെ നമ്മുടെ ശാരദയെ വിളിച്ച് കാര്യങ്ങൾ പറയാം. എന്താ പ്രവീണെ ഈ സമയത്തൊരു ഫോൺ വിളി എന്നപ്പോൾ ശാരദ ചോദിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? കാവേരിക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. ആ കുട്ടി ഇന്നിവിടെ വന്ന് ജയപാലേട്ടൻ്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു. പാവം ജയപാലേട്ടൻ അതൊന്നും സഹിക്കാൻ പറ്റിയിട്ടില്ല എന്നും പറഞ്ഞ് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പ്രവീണ പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ ശാരദയെ. അത് കേൾക്കുന്ന ശാരദയ്ക്ക് കാവേരിയോട് വല്ലാത്ത ദേഷ്യം വരിക. അപ്പം ഗംഗ യമുനയൊക്കെ അടുത്തുണ്ട്. എന്നിട്ട് പറയും, അവളിത് എന്തു ഭാവിച്ചാ അവിടെ ചെന്ന് ജയപാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അവൾക്ക് എങ്ങനെ വന്നു? അരവിന്ദേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കവളടിച്ചൊന്ന് കൊടുത്തേനെ. നിങ്ങൾ മക്കളെക്കാളും അച്ഛന് പ്രിയമായിരുന്നു ജയപാലേട്ടന്. അവര് 2 ശരീരവും ഒറ്റ മനസ്സായിട്ട് ജീവിച്ചവരാ. അവരെ തമ്മിൽ തെറ്റിപ്പിക്കാനാ അവളിപ്പം നോക്കുന്നത്. ഇവക്ക് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയൊക്കെ പെരുമാറാൻ? അപ്പം പെട്ടെന്ന് ഗംഗ പറയും, അമ്മേ അവളുടെ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട്. ഒന്നും കാണാതെ കാവേരി അങ്ങനെ ഒരാളുടെ മുഖത്ത് നോക്കി ദേഷ്യപ്പെടുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾ അതല്ല, അതിനപ്പുറവും ചെയ്യും. അവളുടെ മനസ്സിൽ തോന്നുന്നത് അവൾ അപ്പോൾ പ്രവർത്തിക്കും. അവൾ എന്താ ചെയ്തു കൂട്ടുക എന്നൊന്നും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെപ്പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണോ കാവേരി എന്ന് യമുനയോട് ഗംഗയോട് ശാരദ പറയണം. ഇപ്പം ജയപാലേട്ടനെ പോയി അവൾ വിളിച്ചിരിക്കുന്നതോ. ഇവക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നി? നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും കൈ അഴിഞ്ഞ് സഹായിക്കുന്ന ആരെങ്കിലും വേറെ കാണാൻ കിട്ടുമോ? ബന്ധുക്കൾ പോലും നമ്മൾക്ക് നേരെ മുഖം തിരിക്കുമ്പോൾ ആ മനുഷ്യൻ നമ്മളെ എത്രമാത്രം സഹായിച്ചിരിക്കുന്നു എന്നൊക്കെ പറയണം കേട്ടോ. പെട്ടെന്നാണ് കാവേരി അങ്ങോട്ട് കയറി വരുന്നത്. അത് കാണുന്ന ശാരദ പറയും, നീ എന്ത് കരുതിയടി ജയപാലേട്ടൻ്റെ വീട്ടിൽ പോയി ഇന്ന് വിളിച്ചിട്ട് ഇറങ്ങി വന്നത് എന്ന് ചോദിക്കാം. ദേ ജയപാലേട്ടൻ, അമ്മ അയാളെ ജയപാലേട്ടെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അയാളുടെ യഥാർത്ഥ പ്രവൃത്തികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അയാളുടെ മുഖത്ത് നോക്കി 2 ഞാൻ ചോദിച്ചത്. ഇല്ലെങ്കിലേ ഇന്ന് എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കും
സാധിക്കില്ല. അത്രയ്ക്ക് വലിയ ചതിയാ എൻ്റെ പാവം അച്ഛനോട് അയാൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അമ്മ അയാളെ ഇനിയും കണ്ണടച്ച് വിശ്വസിച്ച നമുക്ക് തന്നെയായിരിക്കും നഷ്ടം എന്ന് പറയാം. ദേ കാവേരി, ഞാനിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അമ്മ എന്നെ മറികടന്ന് വലിയ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും നീ ഏറ്റെടുക്കണ്ട എന്ന് കാവേരിയോടൊപ്പം ശാരദ പറയാണ്. അമ്മയ്ക്ക് ഇപ്പോഴും അയാളെ വിശ്വാസമാണല്ലേ? അയാളെന്നോ, നീ എന്തൊക്കെയായി പറയുന്നേ? ബഹുമാനമില്ലാതെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിന്നെ ആരാ പഠിപ്പിച്ചേ എന്ന് ചോദിക്കാം. ജയബാലേട്ടൻ നമ്മളോട് എന്ത് തെറ്റാ ചെയ്തെന്നാ നീ പറയുന്നേ? നിങ്ങളുടെ അച്ഛന് എന്ത് കാര്യമായിരുന്നു ജയബാലേട്ടനെ? അതുകൊണ്ടല്ലേ പൈസ മുഴുവനും ജയബാലേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നേ? അത്രയേറെ വിശ്വാസം ഉണ്ടായിട്ട് അച്ഛൻ മരിച്ചതിന് ജയബാലേട്ടൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നേ എന്ന് ചോദിക്കുകയാണ്. അമ്മ വീണ്ടും വീണ്ടും അയാളെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ച് എൻ്റെ അടുത്തേക്ക് വരണ്ട. ഒരു കാര്യമില്ലാതെ ഞാൻ ഒരാളുടെ അടുത്ത് പോയി ദേഷ്യപ്പെടാൻ എനിക്ക് വട്ടൊന്നും ഇല്ലല്ലോ. എൻ്റെ കയ്യിൽ അയാൾക്കെതിരായിട്ട് തെളിവുകൾ കിട്ടിയത് കൊണ്ട് തന്നെയാണ് അയാളുടെ മുഖത്ത് നോക്കി ഞാനിത് ചോദിച്ചത്. ഞാൻ ഈ വീട്ടിൽ വരുന്നതിന് മുന്നേ തന്നെ അമ്മയെ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ അയാളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. അമ്മ അയാളെ അനുസരിച്ച് ജീവിച്ചോ, പക്ഷെ എന്നെ അതിന് കിട്ടത്തില്ല എന്നും പറഞ്ഞ് കാവേരി അവിടെ നിന്ന് ഇങ്ങോട്ട് പോവാട്ടോ. ഇത് എന്ത് ഭാവിച്ച എന്നും പറഞ്ഞ് ശാരദ അവിടെ നിൽക്കുക. ശാരദ എന്ത് പറഞ്ഞിട്ടും കാവേരി അനുസരിച്ചില്ലല്ലോ. അപ്പം യമുനെ ഗംഗയും കൂടി പറയും, അമ്മ അവളുടെ വഴിക്ക് വിട്. ഒന്നും കാണാതെ കാവേരി അങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേ വന്ന് നിങ്ങളും അവൾ പറയുന്നതനുസരിച്ച് ജയബാലേട്ടനെ പ്രസ്ഥാനത്ത് നിർത്താനാണോ നോക്കുന്നത്? ഇതൊന്നും നിങ്ങളുടെ അച്ഛൻ്റെ ആത്മാവ് പോലും സഹിക്കില്ല കേട്ടോ മക്കളെ എന്നും പറഞ്ഞ് ശാരദ അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഇതേ സമയം റിസോർട്ടിൽ ചെന്നിട്ടും നമ്മുടെ കാവേരിക്ക് ജോലിയിലൊന്നും ശരിക്കും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് മുഴുവനും ആ നാരായണേട്ടൻ പറഞ്ഞ കാര്യങ്ങളും അച്ഛൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളും പക്ഷെ തന്നെ വിശ്വസിക്കാത്ത വീട്ടുകാരും ഇതെല്ലാം കൂടി കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തി അമ്മയുടെ മുന്നിൽ തെളിയിക്കണമെന്ന് തന്നെ കാവേരി തീരുമാനിക്കാം. എന്നിട്ട് ഇതേ സമയം നിവിൻ കാവേരി ആകെ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ട് കാവേരിയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് പറയും, ദേ ഈ പേജിലെ പടം വരച്ച് നിറഞ്ഞു, ഇനി അടുത്ത പേജിൽ വരച്ചാൽ മതി എന്ന് പറയാം. അത് പിന്നെ നിവിനെ മനസ്സ് ശരിയല്ല, അതുകൊണ്ടാ. എന്തു പറ്റിയിടോ? തനിക്ക് ആകെ ടെൻഷനാണല്ലോ. താൻ ഒന്നും ശരിക്കും ചെയ്യുന്നുമില്ല. ഇങ്ങനെയല്ലല്ലോ സ്മാർട്ടായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള കാവേരി എന്ന് ചോദിക്കുക. അത് ചില പ്രശ്നങ്ങൾ. എന്ത് പ്രശ്നമാണ്? എൻ്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ്, ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അത് ഞാൻ തന്നെ കണ്ടെത്തണം. നിവിനെ കൊണ്ട് സഹായിക്കാനായിട്ട് സാധിക്കില്ല. അതിനുള്ള സൊല്യൂഷനും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാം. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എങ്ങനെ താൻ കണ്ടെത്തുന്ന? അതിനുള്ള ഉത്തരം എൻ്റെ അച്ഛൻ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തൻ്റെ അച്ഛൻ പറഞ്ഞു തരികയോ? അതെങ്ങനെയാ? ഏഴിലക്കാവിനെ പറ്റി നിവിൻ കേട്ടിട്ടുണ്ടോ എന്ന് കാവേരി ചോദിക്കാം. അത് ഇവിടെ അടുത്തെങ്ങാണ്ടുള്ളൊരു കാവല്ലേ, അങ്ങനെ അധികവാരും അങ്ങോട്ട് പോകാറില്ലല്ലോ എന്ന് അപ്പോൾ പറയേ. അതെ, ഒരു ശാപം കിട്ടിയ അപ്സരസിൻ്റെ കാവ അത്. സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ആ അപ്സരസ് അവിടെ തനിയെ കഴിയുക. ആ അപ്സരസിനെ കാണാൻ ഗന്ധർവനും വരാറുണ്ടെന്ന വിശ്വാസം. അവിടെ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിനും ഈ ഭൂമിക്കും ഇടയിലുള്ളൊരു സ്ഥലമായിട്ടാണ് അതിനെ കാണുന്നത്. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കിട്ടുമെന്ന വിശ്വാസം. എൻ്റെ അച്ഛന് ആ മൂർത്തിയെ ഭയങ്കര വിശ്വാസമായിരുന്നു. എനിക്കും അതെ. ഏഴിലക്കാവിൽ പോകണം, അവിടെ മനമുരുകി പ്രാർത്ഥിക്കണം. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള ഉത്തരങ്ങൾ എനിക്ക് അവിടെ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്ന് പറയാം. താൻ തനിയെ അവിടെ പോകുമോ എന്നപ്പം നിവിൻ ചോദിക്കും. തന്നെ ഞാനും സഹായിക്കാം, ഞാനും കൂട്ടായിട്ട് വരാം എന്ന് നിവിൻ പറയാം. ആഹാ, രാവിലെ തന്നെ ഫ്രീ കൗൺസിലർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ആസിഫ് അവരുടെ അടുത്തേക്ക് വരിക. അല്ല കാവേരി, എന്ത് സഹായം വേണമെങ്കിലും കാവേരിക്ക് ഇവൻ ചെയ്തു തരും. ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാ ഇവന്. ഈ നാട്ടിൽ ആർക്ക് എന്ത് സഹായം വേണമെങ്കിലും നിവിനെ തപ്പിയ ഇങ്ങോട്ട് വരാറുണ്ടേ. അത്രയ്ക്ക് സഹായിയാ നാട്ടുകാർക്ക് ഇവൻ. ആണോ നിവിനെ എന്ന് കാവേരി അപ്പോൾ ചോദിക്കുക. പിന്നല്ലാതെ, കാവേരിക്ക് നിവിനെ പറ്റി അത്ര ധാരണയില്ലെന്ന് എനിക്ക് ഇപ്പം തന്നെ മനസ്സിലായി. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ നേരെ രാവിലെ നിവിൻ്റെ അടുത്തേക്ക് വരും. അവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിയിട്ടേ നിവിൻ വിടുള്ളൂ. ഈ നാട്ടിലുള്ള ആരുടെങ്കിലും പാടത്തോ പറമ്പിലോ കിളികളുടെ ശല്യം ഉണ്ടെങ്കിൽ കിളികളെ ഓടിക്കാൻ ആരെയാ നോക്കുകുത്തിക്ക് പകരം നിർത്തുന്നേ? നമ്മുടെ നിവിനെ. പിന്നെ കുട്ടികളുണ്ടാകാത്ത സന്താനലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും നിവിൻ്റെ സഹായം ഉണ്ടെന്ന് പറയാൻ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നിവിൻ കയറി ആസിഫിൻ്റെ കാല് ചവിട്ടും. അയ്യോ അള്ളോ എന്നും പറഞ്ഞുകൊണ്ട് ആസിഫ് കരയും. എന്തു പറ്റി കാലിന്? കാലും കൈയും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലനാ ഇവന്ന് ഞാൻ പറഞ്ഞു വരുമായിരുന്നു എന്ന് ആസിഫ് നമ്മുടെ കാവേരിയോട് പറയൂ കേട്ടോ. അവരുടെ ഈ സംസാരം കേൾക്കുമ്പം കാവേരിക്ക് ചിരി വരിക. കാവേരിയുടെ മുഖത്തൊരു ചിരി വിരിഞ്ഞല്ലോ എന്ന് അപ്പം നിവിൻ പറയണം. ഇവരുടെ ഈ സംസാരവും ചിരിയും കളിയും ഒക്കെ കണ്ടുകൊണ്ട് രാജേശ്വരി അങ്ങോട്ട്
വരിക. എന്താ ഇവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആർക്കും ഒരു ജോലിയില്ലേ? നിന്നെ ഞാൻ എന്താടാ ഏൽപ്പിച്ചിരുന്നേ എന്ന് ആസിഫിനോട് ചോദിക്കുക. ഗസ്റ്റുകൾക്ക് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തോ കാവേരി എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി അത് മറന്നു പോയിരുന്നേ. അപ്പോൾ കാവേരിയുടെ ചെയ്തിട്ടില്ല എന്നുള്ള മുഖഭാവം കാണുമ്പോൾ നിവിൻ പറയും, അതിന് അമ്മ അത് എന്നെയല്ലേ ഏൽപ്പിച്ചിരുന്നത്, പക്ഷേ ഞാൻ മറന്നുപോയി അമ്മേ, എനിക്ക് കുറച്ച് തിരക്കുകൾ വന്നു. നിനക്ക് എന്ത് തിരക്ക്? നീ ഇവിടെ വെറുതെ ഇരിക്കുമല്ലേ? ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്യണം. ആര് ചെയ്താലും ഇല്ലല്ലോ എനിക്ക് വേണ്ടില്ല, കാര്യം നടന്നിരിക്കണം. എത്രയും വേഗം ഗസ്റ്റുകൾക്ക് പോകാനുള്ള വണ്ടി റെഡിയാക്കി അവർക്ക് കൊടുക്കുക. ഈ റിസോർട്ടിനെതിരെ ഒരു നെഗറ്റീവ് റിവ്യൂ കണ്ട പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് ഞാൻ വെച്ചേക്കില്ല ഇവിടെ എന്നും പറഞ്ഞിട്ട് രാജേശ്വരി അവിടുന്ന് പോവാം. അപ്പം നമ്മുടെ കാവേരി പറയും, സോറി നിവിനെ, ഞാൻ ആ കാര്യം മറന്നുപോയി, മനസ്സാകെ കലങ്ങി മറിഞ്ഞ് കിടക്കുമായിരുന്നു, ഈ ടെൻഷനിടയിൽ എല്ലാം മറന്നുപോയി, എന്നോട് ക്ഷമിക്കണം, ഞാൻ കാരണം നിവിന് രാജേശ്വരി മേഡത്തിൻ്റെ വഴക്ക് കേട്ടില്ലേ എന്ന് പറയാം. അതൊന്നും സാരമില്ല, കാവേരിക്ക് എന്തോ സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ മനുഷ്യരല്ലേടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് വേണ്ടേ മുന്നോട്ട് പോകാൻ, എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, താൻ ഇവിടെ റെസ്റ്റ് എടുക്കുക, ഏഴിലകാവിൽ പോയി നമുക്ക് പ്രാർത്ഥിക്കാടോ, തൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് കണ്ടെത്തുകയും ചെയ്യാം എന്ന് പറയാൻ കേട്ടോ. നിവിൻ്റെ ആശ്വാസ വാക്കുകളും സംസാരവും ഒക്കെ കാവേരിയുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കുക. കാരണം വീട്ടിൽ ശരിക്കും ഇപ്പോൾ ഒരു ഒറ്റപ്പെട്ട രീതിയാണല്ലോ നമ്മുടെ കാവേരി. ഗംഗയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ആ ഒരു പരിധിക്കപ്പുറം കാവേരിക്കൊപ്പം നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ശാരദ അവളെ പൂർണ്ണമായിട്ടും അവിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൊണ്ടും ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാവേരിക്ക് ആകെ ഉള്ളൊരു ആശ്രയം തന്നെയാണ് കേട്ടോ നമ്മുടെ നിവിന്. അതുകൊണ്ട് തന്നെ പതിയെ പതിയെ നിവിൻ്റെ അരികിലേക്ക് കാവേരിയുടെ മനസ്സ് ചാഞ്ഞു പോകുന്നത് നമുക്ക് വരും എപ്പിസോഡുകളിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം സ്നേഹതീരത്ത് ശാരദയും അതുപോലെ രാധമ്മയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക. ശാരദയെ, നിനക്കറിയാവോ, ജയബാലൻ്റെ അച്ഛനും അരവിന്ദൻ്റെ അച്ഛനും ഒറ്റ പാത്രത്തിൽ കഴിച്ച് ഒരു പായിൽ ഉറങ്ങി അങ്ങനെ ജീവിച്ചവരാ, എന്ത് സ്നേഹമായിരുന്നെന്നോ, അത്രയ്ക്ക് സ്നേഹത്തോടെ വളർന്നു വന്നവരാ ജയബാലനും എൻ്റെ അരവിന്ദനും. ആ അരവിന്ദനെ ജയബാലൻ ചതിച്ചെന്നൊക്കെ കാവേരി പറഞ്ഞ അതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും ജയബാലനെ കൊണ്ട് സാധിക്കില്ല. ഞാൻ വളർത്തിയതാ എൻ്റെ അരവിന്ദൻ്റെയും ജയബാലനെയും. ജയബാലന് രാജേശ്വരിയെക്കാളും കുഞ്ഞിലെ മുതൽ പ്രിയവും അരവിന്ദനോടായിരുന്നു. എന്നിട്ട് എൻ്റെ അരവിന്ദനെ ചതിച്ച് അവൻ്റെ കാശൊക്കെ മേടിച്ച ജയബാലൻ എടുത്തെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെ ഒരു ചതി ഒരിക്കലും ചെയ്യുന്നവനല്ല ജയബാലൻ. എനിക്കറിയാം അവനെ, എൻ്റെ അരവിന്ദൻ്റെ സമൂഹം ഞാൻ അവനെ കാണുന്നേ. ദേ കാവേരി, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പം അത് തിരുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം അമ്മ എന്ന നിലയ്ക്ക് നിനക്ക് തന്നെയാണ്. ഒരു കുടുംബത്തിലെ സ്നേഹബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന അവിടെ കയറി വന്ന പെണ്ണ നീയായിട്ട് ഒരിക്കലും ജയബാലൻ്റെ അരവിന്ദൻ്റെ സ്നേഹത്തിൽ വിള്ളൽ വീഴ്ത്തരുത്. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? കാവേരി ഇങ്ങനെയൊക്കെ പോയി പ്രവർത്തിച്ചതിന് ഞാനിപ്പോൾ എന്തു പറയാനാ? അമ്മയ്ക്കും അറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കരട് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ വേര് അന്വേഷിച്ച് അവൾ ഇറങ്ങിത്തിരിക്കുക തന്നെ ചെയ്യും. ജയബാലേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ? അമ്മ കണ്ടതല്ലേ അവളെ ഞാൻ ശാസിക്കുന്നതെന്ന് പറയാം. നീ പറഞ്ഞ് മനസ്സിലാക്കണം. അവളിന് മേൽ നീ ഇപ്പോഴേ ഒരു നിയന്ത്രണം വെക്കണം. അവളെ ഇങ്ങനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ജയബാലനും അരവിന്ദനുമായിട്ടുള്ള ആ സ്നേഹബന്ധമൊക്കെ അവസാനിക്കും. അവൻ മരിച്ചെന്ന് കരുതി എനിക്കെൻ്റെ ജയബാലനെ കൂടി നഷ്ടപ്പെടുത്താൻ സാധിക്കില്ല എന്ന് രാധമ്മ പറയാണ് കേട്ടോ. അപ്പം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നല്ലവൻ കളിച്ചുകൊണ്ട് ജയബാലൻ കയറി വരുന്നത്. ജയബാലനെ തൻ്റെ കണിയിൽ വീഴ്ത്താനായിട്ട് ശരിക്കും സാധിച്ചിട്ടുണ്ട് ശാരദയും രാധമ്മയും. ജയബാലനെ കാണുമ്പോൾ തന്നെ ശാരദ തല കൊനിച്ചു നിൽക്കുക. നീ എന്തിനാ ശാരദ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? കാവേരി വന്ന് അവിടെ അതും ഇതും പറഞ്ഞെന്നും കരുതി എനിക്ക് നിങ്ങളോടുള്ള സ്നേഹമൊക്കെ പോകുമോ? എൻ്റെ അരവിന്ദനും ഞാനും തമ്മിലുള്ള ബന്ധം അവൾക്കറിയാൻ മേലഞ്ഞിട്ടാ. പുറത്തൊക്കെ പഠിച്ച കുട്ടിയല്ലേ, ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധമൊന്നും അവൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ്. അതിന് നിങ്ങൾ രണ്ടാളും എൻ്റെ മുന്നിൽ ഇങ്ങനെ തല കൊനിച്ച് നിൽക്കേണ്ട ഒരു കാര്യമില്ല. അരവിന്ദൻ മരിച്ചെന്ന് കരുതി ഈ വീടിനെ പാടെ ഉപേക്ഷിച്ച് കളയാനൊന്നും എന്നെക്കൊണ്ട് സാധിക്കില്ല. ഞാനേ എൻ്റെ അരവിന്ദന് കൊടുത്ത വാക്കാ ഈ കുടുംബത്തിന് താങ്ങും തണലുമായിട്ട് എൻ്റെ മരണം വരെ ഈ ജയബാലൻ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് കാവേരി പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല. എൻ്റെ മക്കൾ എന്നെ എന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതും മനസ്സിൽ കരുതിക്കൊണ്ടിരിക്കും ഒരച്ഛൻ എന്ന നിലയിൽ ഞാൻ. അതേപോലെയുള്ളൂ. കാവേരിയോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് വിട്. ഞാൻ വേറൊരു കാര്യത്തിന് ഇപ്പോൾ വന്നത്. എന്താ ജയബാലേട്ട എന്നപ്പം ശാരദ ചോദിക്കാം. ജയബാലേട്ടൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് സാധിക്കില്ല. ഒരമ്മ എന്ന നിലയിൽ ഞാനൊരു പരാജയപ്പെട്ട സ്ത്രീയായി പോയി എന്ന് കാവേരി അങ്ങനെയൊക്കെ പറഞ്ഞത് ജയബാലേട്ടനെ വേദനിപ്പിച്ചെന്നറിയാം. വേദനിപ്പിച്ചു, അത് സത്യം തന്നെയാണ്. എൻ്റെ അരവിന്ദൻ്റെ കാശ് ഞാൻ അടിച്ചു മാറ്റിയെന്നൊക്കെയാണ് ആ കൊച്ച് എൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞത്. ഞാനേ എൻ്റെ അരവിന്ദൻ്റെ പൈസ എടുക്കുക, എൻ്റെ കയ്യിലുള്ള കാശും കൂടി അവന് കൊടുക്കാൻ നോക്കുന്നവനയ്യ ജയബാലൻ. എന്നിട്ടാ
സാരമില്ല, അവളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, അവളുടെ മനസ്സിലെന്തോ കരട് വീണ് കിടക്കുന്നതാ. അത് ജയബാലേട്ട, ഇന്ന് അരവിന്ദേട്ടൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് ഒരാൾ ഞങ്ങളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അരവിന്ദേട്ടൻ്റെ കുറച്ച് സാധനങ്ങളും കുറച്ച് കാശും ഒക്കെ ഞങ്ങൾക്ക് കൊണ്ട് മടക്കി തന്നേ. ആ കൂടത്തിൽ ഒരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി വായിച്ചതിന് ശേഷം തുടങ്ങിയതാ അവൾക്ക് ഇങ്ങനെയൊക്കെ. ജയബാലേട്ടൻ ക്ഷമിക്ക്, ഞങ്ങൾ ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അല്ലെങ്കിലും ജയബാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ എന്ന് ശാരദ പറയുക. അത് കേൾക്കുന്ന രാധമ്മയും പറയും, ജയബാലൻ ക്ഷമിക്ക്, ചെറിയ പെൺകുട്ടിയല്ലേ, അവൾക്ക് ഇത്രയ്ക്ക് പാകതയല്ലേ വന്നിട്ടുള്ളൂ എന്ന് പറയാം. അതൊക്കെ വിട്ടു. അല്ല, ഡയറി ഉണ്ടെന്നോ? ആ ഡയറി വായിച്ചപ്പോഴാണോ കാവേരി എൻ്റെ അടുത്തേക്ക് വന്നത്? ഞാൻ വായിച്ചു നോക്കിയില്ല ജയബാലേട്ട, അതിലെന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. എന്താണേലും അവളത് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാ. മറ്റാരെക്കുറിച്ചോ അതിലെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഡയറി എനിക്ക് എൻ്റെ കയ്യിലൊന്ന് കിട്ടാൻ വല്ലോ വകുപ്പുണ്ടോ ശാരദ എന്ന് ചോദിക്കുക. അതെന്തിനാ ജയബാലേട്ടന് എന്ന് ശാരദ അപ്പം ചോദിക്കുക. അല്ല, എൻ്റെ അരവിന്ദൻ്റെ അവസാന ഓർമ്മയ്ക്കായിട്ട് കിട്ടുന്ന സാധനമല്ലേ, ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി. അവൻ്റെ മണം അതിലുണ്ടാവില്ലേ, എനിക്കതൊന്ന് ശ്വസിക്കാനാ. അവൻ്റെ സ്നേഹം അതിലൂടെയെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയാലോ? അത് കാവേരിയുടെ കയ്യിലാണ്, അവളത് തരുമെന്ന് തോന്നുന്നില്ല ജയബാലേട്ട. ഞാൻ നോക്കട്ടെ, അവളുടെ കയ്യിൽ നിന്നത് വാങ്ങിത്തരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ജയബാലേട്ടന് തരാം. ജയബാലേട്ടനും അരവിന്ദേട്ടൻ്റെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അർഹൻ തന്നെയാ എന്ന് ശാരദ പറയാൻ കേട്ടോ. അത് വിട്. അല്ല, ഗംഗ എവിടെ? ഞാൻ ഗംഗയ്ക്ക് ഒരു ആലോചനയായിട്ടാണ് വന്നത് എന്ന് പറയാം. ഗംഗയ്ക്ക് ഇപ്പോൾ ഒരു കല്യാണാലോചന എന്നൊക്കെ പറയുമ്പം ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് ജയബാലേട്ടൻ അറിയാലോ. അവളുടെ കല്യാണ ആവശ്യത്തിന് മേടിച്ച സ്വർണം മുഴുവനും പണയം വെച്ചിട്ടാണ് ഈ വീട് തിരിച്ചെടുത്തത്. അതൊക്കെ പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. അവളുടെ വിദേശത്ത് പോകാനുള്ള ആഗ്രഹം നടക്കില്ല എന്നതൊഴിച്ചാൽ നല്ലൊരു ബന്ധമാണ് ഇത്. ഇഷ്ടം പോലെ കാശ്, ജ്വല്ലറികൾ, ബോട്ട് എല്ലാം ഉള്ള ആളാ ഈ കല്യാണ ചെറുക്കൻ. ഈ ബന്ധം നടന്നു കഴിഞ്ഞാൽ ഗംഗയുടെ മാത്രമല്ല ഈ കുടുംബം തന്നെ കഴിവും പക്വതയും ഒക്കെയുള്ള ചെറുക്കന. അവനെ കുടുംബത്തിൽ മരുമോനായിട്ട് കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ ശാരദയ്ക്ക് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ഇളയതുങ്ങളെ കാര്യങ്ങളൊക്കെ അവൻ പൊന്നു പോലെ നോക്കിക്കോളും. അത്രയ്ക്ക് പക്വതയുള്ള ആളാ. ഈ കല്യാണം നടന്നു കണ്ടാൽ അത് ശാരദയുടെ ഭാഗ്യം. രാധമ്മേ, മക്കളെ പറഞ്ഞെന്ന് മനസ്സിലാക്കുക എന്ന് രാധമ്മയോട് പറയണം കേട്ടോ. ജയബാലൻ ഒരു ആലോചന കൊണ്ടുവന്നാൽ അത് നല്ലത് തന്നെ ആയിരിക്കും എങ്കിലും എന്ന് പറഞ്ഞ് രാധമ്മ ആകെ സങ്കടത്തോടെ നിൽക്കുക. രാധമ്മയുടെ മനസ്സിലേക്ക് വിനീതിൻ്റെ കാര്യമാണ് കടന്നു വരുന്നത്. ജയബാലേട്ട, ഗംഗയോട് ഞാൻ സംസാരിക്കാം എന്ന് അപ്പം ജയബാലന് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശാരദ. ഗംഗയോട് സംസാരിക്കണം, അത്രയ്ക്ക് നല്ല ആലോചന. ഒരു മോശപ്പെട്ട വിവാഹാലോചനയായിട്ട് ഞാൻ ഈ കുടുംബത്തിലേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ കല്യാണം നടത്താനായിട്ട് നോക്ക്. അതിന് താഴെയല്ലേ അടുത്തതുങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെയും കല്യാണം കഴിഞ്ഞാൽ ശാരദയ്ക്ക് അത്രയ്ക്കെങ്കിലും സമാധാനമായില്ലേ? എൻ്റെ അരവിന്ദൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഗംഗയുടെ കല്യാണം ആർഭാടത്തോടെ നടക്കണമെന്നുള്ളത്. പക്ഷേ അതൊന്നും സാധിക്കാതെ, ആഗ്രഹം സഫലീകരിക്കാതെ അവനങ്ങ് പെട്ടെന്ന് പോയി എന്നും പറഞ്ഞ് ഇല്ലാത്ത കണ്ണീരൊക്കെ വരുത്തി ജയബാലൻ കരയുന്നത് പോലെ അഭിനയിക്കുകയാണ് കേട്ടോ അവരുടെ മുന്നിൽ. അതുകൊണ്ട് എൻ്റെ ഗംഗമ്മളുടെ കല്യാണം എത്രയും വേഗം നടത്തണം എന്നാ എനിക്ക്. ഞാൻ ഈ ഒരു ആലോചനയായിട്ട് വേഗം തന്നെ വന്നത് എന്ന് പറയണം. ഗംഗയോട് നിങ്ങൾ ഈ കാര്യം സംസാരിക്കുക എന്ന് പറയാം. ഗംഗയ്ക്ക് സമ്മതമാണ്. ജയബാലേട്ടൻ കൊണ്ടുവന്ന വിവാഹാലോചനയല്ലേ, നല്ല ബന്ധമൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ എനിക്കറിയാം. എനിക്കൊരു സമ്മതക്കുറവും ഇല്ല എന്ന് പറയണം. അപ്പം പെട്ടെന്ന് രാധമ്മ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് ബൈ.